CPM ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിലെ സമ്മേളനത്തോടെയാണ് തുടക്കമായത്. VV അരുൺ കൊല്ലത്ത് നിന്ന് ചേരുന്നു. അരുൺ, വിഭാഗീയ വിവാദങ്ങൾക്കിടയിൽ കൂടി കൊല്ലത്ത് സമ്മേളനം നടക്കുമ്പോൾ ഏത് തരത്തിൽ കൂടിയാണ് ഉറ്റുനോക്കപ്പെടുന്നത് പാർട്ടി അണികളും ഒപ്പം നേതാക്കന്മാരും? അപർണ, CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്താണ്. കൊല്ലത്ത് കൊട്ടിയ ഏരിയ കമ്മിറ്റിക്കുള്ള മയ്യനാട്, അവിടെയാണ് CPM-ന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് അല്പസമയം മുമ്പ് തുടക്കമായത്. മുതിർന്ന സംസ്ഥാന സമിതി അംഗവും കൊല്ലത്തുള്ള മുൻ MP കൂടിയായ P. രാജേന്ദ്രൻ പാർട്ടി പതാക ഉയർത്തിയോടുകൂടിയാണ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. ഇപ്പോൾ ഈ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി സംസാരിക്കുകയാണ്. MV ഗോവിന്ദൻ, AK ശൈലജയും CS സുജാതയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി, പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. നമുക്കറിയാം, കൊല്ലം സമ്മേളനത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത അത് ഈ സമ്മേളന കാലയളവിലെ ആദ്യ ജില്ലാ സമ്മേളനം എന്നത് മാത്രമല്ല, പാർട്ടി ഏറ്റവും വലിയ വിഭാഗീയ പ്രശ്നം നേരിടുന്ന കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഉൾപ്പെട്ട ജില്ലയാണ് കൊല്ലം. CPM-ന് സംഘടനാപരമായ ഏറ്റവും ശേഷിയുള്ള ജില്ലകളിലൊന്ന്. ഒരുപക്ഷെ കണ്ണൂരിനേക്കാളും ഒക്കെ സംഘടനാ ശേഷിയുള്ള ജില്ല, പക്ഷേ കടുത്ത വിഭാഗീയതയാണ്, പ്രാദേശിക വിഭാഗീയതയാണ്. വിഭാഗീയത കാരണം ഒരു ഏരിയ സമ്മേളനം നടത്താൻ കഴിയാതെ പോയി. 2 ലോക്കൽ സമ്മേളനങ്ങൾ നടന്നില്ല. കരുനാഗപ്പള്ളി ഏരിയയിൽ തന്നെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് സമ്മേളന കാലയളവിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ച അപൂർവ സംഭവത്തിനും ഈ ജില്ല സാക്ഷിയായി. അത്തരമൊരു ജില്ലയിലാണ് സമ്മേളനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതുവരെയുള്ള വിഭാഗീയത അത് കൊല്ലത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ സെക്രട്ടറി പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായി. കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര കമ്മിറ്റി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ആലപ്പുഴയിൽ പ്രശ്നങ്ങളുണ്ട്, കണ്ണൂരിൽ പ്രശ്നങ്ങളുണ്ട്, പത്തനംതിട്ടയിൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പല ജില്ലകളിലും പ്രാദേശിക വിഭാഗീയ പ്രശ്നങ്ങൾ CPM-നെ അലട്ടുന്ന കാലയളവിലാണ് ഒരു ജില്ലാ സമ്മേളനത്തിലേക്ക് പാർട്ടി കടക്കുന്നത്. ഇതുവരെയുള്ള വിഭാഗീയ നീക്കങ്ങൾ, തർക്കങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിൽ വ്യാപിച്ചാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വത്തിന്റെ കർശന നിരീക്ഷണത്തിലാണ് കൊല്ലത്തെ ജില്ലാ സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ജില്ലാ സെക്രട്ടറി സുദേവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിന്മേൽ ഇന്നും നാളെയുമായി ചർച്ചകൾ നടക്കും. ചർച്ചയ്ക്ക് ജില്ലാ നേതൃത്വവും അതിനുശേഷം സംസ്ഥാന നേതൃത്വവും മറുപടി നൽകും. MV ഗോവിന്ദൻ ഉൾപ്പെടെ നേതാക്കൾ പൂർണ്ണസമയം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് സുദേവൻ തുടരാൻ തന്നെയാണ് സാധ്യത. സുദേവനെ മാറ്റണമെന്ന ഒരു അഭിപ്രായം ശക്തമായി ഉയർന്നു വന്നാൽ ഒരുപക്ഷേ പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ മുൻ രാജ്യസഭാ MP K. സോമപ്രസാദിനെയോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി മെമ്പർ J. മോഹനെയെ പരിഗണിക്കും. മേഴ്സിക്കുട്ടി അമ്മയെ സെക്രട്ടറി ആക്കണമെന്ന അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷേ അവർ മുതിർന്ന സംസ്ഥാന സമിതി അംഗമാണ്. ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരാൻ സാധ്യതയുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ അവർ വരാനുള്ള സാധ്യത കുറവെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി, ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിൽ MA പ്രസംഗിക്കുന്നു. ഉച്ചയോടുകൂടി പ്രവർത്തന റിപ്പോർട്ടും അതിന്മേൽ ചർച്ച നടക്കും. നമുക്കറിയാം, ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ അതിശക്തമായ നിശിതമായ വിമർശനമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെയും അതുപോലെ തന്നെ ഭരണത്തിനെതിരെയും ഉയർന്നു വരുന്നത്. ആ വിമർശനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിലും ആവർത്തിക്കുമെന്ന് ഉറപ്പാണ്. വ്യക്തികേന്ദ്രീകൃത വിമർശനങ്ങൾ പാടില്ല എന്ന കർശന നിർദ്ദേശം എല്ലാ സമ്മേളനങ്ങളിൽ പോലെ ഇവിടെയും നൽകുന്നുണ്ട്. ഏത് രീതിയിലാകും ഈ സമ്മേളനം കൊല്ലത്തെ വിഭാഗീയ പ്രശ്നങ്ങളടക്കം വിലയിരുത്തുക എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു വശത്ത് സംസ്ഥാന സമിതി അംഗം സൂസൻ കോടിയും മറുവശത്ത് ജില്ലാ കമ്മിറ്റി അംഗം മുൻ ജില്ലാ സെക്രട്ടറി മെമ്പർ കൂടിയായ PR വസന്തനും നിന്നാണ് കരുനാഗപ്പള്ളി ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അവർക്കെതിരെ ഉള്ള ചർച്ചകൾ സ്വാഭാവികമായും 2 പക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകളും ഈ സമ്മേളനത്തിൽ ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. റൈറ്റ്, അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്ന കൊല്ലത്ത് ഈ ജില്ലാ സമ്മേളനത്തിനകത്ത് കരുനാഗപ്പള്ളി എന്നുള്ള പ്രതിനിധികൾ തന്നെ പങ്കെടുക്കാത്ത ഒരു സാഹചര്യം, സ്വാഭാവികമായും വിഭാഗീയതയ്ക്ക് വേരറുക്കുക എന്നുള്ള ഒരു നയം കർശനമായിട്ട് തന്നെ നടപ്പാക്കണം എന്നുകൂടി പാർട്ടി ഈ സമ്മേളനത്തിലൂടെ പുറത്തു വരുന്ന സന്ദേശം അതാകണമെന്നുകൂടി പാർട്ടി ഉറപ്പുവരുത്താൻ പരമാവധി ശ്രമിക്കും. അപ്പോഴും മറ്റ് ചില വിവാദങ്ങൾ, നേരത്തെ അരുൺ പറഞ്ഞതുപോലെ സർക്കാരിന്റെ പ്രകടനങ്ങൾ വരുന്നു, മുഖ്യമന്ത്രിയും കുടുംബത്തിനുമെതിരെ ഉയർന്ന വിമർശനങ്ങൾ, PV അൻവർ, P. ശശി, PP ദിവ്യ, ഇതെല്ലാം ഉൾപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം ഉപതെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള പ്രകടനമടക്കം ഇതും സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കും, ചർച്ച ചെയ്യപ്പെടും എന്നുകൂടിയുള്ള സൂചനകളുണ്ടോ?
തീർച്ചയായിട്ടും എല്ലാ വിഷയങ്ങളും CPM സമ്മേളനങ്ങളിൽ ചർച്ചയാകും. സർക്കാരിന്റെ വിലയിരുത്തൽ കൃത്യമായ വിമർശനങ്ങളോടുകൂടി വിലയിരുത്തൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതുവരെയുള്ള ഏരിയ സമ്മേളനങ്ങൾ വരെ അങ്ങനെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിശ്ചിതമായ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടാകും, സർക്കാർ നയങ്ങൾക്കെതിരെ ഉണ്ടാകും. ക്ഷേമപരിശ അടക്കം മുടങ്ങിയ വിഷയങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടിയുണ്ട്. അവിടെ സ്ഥാനാർത്ഥിത്വത്തിനടക്കമുണ്ടായ പോരായ്മകളുണ്ട്. ഏറ്റവും ഒടുവിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനം കൊണ്ട് വീണ്ടും തൃപ്തിപ്പെടേണ്ട സാഹചര്യമുണ്ടായി. അവിടെ കോൺഗ്രസിൽ നിന്ന് വന്നയാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ അമർശമുള്ളവരുണ്ട്, അത് നേട്ടമെന്ന് വിലയിരുത്തുന്നവരുണ്ട്. നവീൻ ബാബുവിന്റെ മരണം, അതിനോട് പാർട്ടി പത്തനംതിട്ട നേതൃത്വം സ്വീകരിച്ച നിലപാട്, അതിനെ സംസ്ഥാന നേതൃത്വം ദിവ്യക്കെതിരെ എടുത്ത നിലപാടുകൾ, നടപടികൾ ഒക്കെ ദിവ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ പല ഏരിയ സമ്മേളനങ്ങളിലും ചർച്ച അത് പത്തനംതിട്ടയിലടക്കം ഉയർന്നു വന്നിരുന്നു. കൊല്ലത്തും സമാനമായ ചർച്ചകൾ ഉയർന്നു വന്നു. അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോകും. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണ്ണയം പാളിയോ, അവിടെ എങ്ങനെ മുന്നേറാം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചർച്ചകളുണ്ടാകും. പ്രതിപക്ഷത്തോട് സ്വീകരിക്കേണ്ട നയസമീപനങ്ങളെക്കുറിച്ച് ചർച്ചയുണ്ടാകും. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും വിമർശനപരവും സ്വയം വിമർശനമായ ചർച്ചകളാണ് CPM സമ്മേളനങ്ങളിലുള്ളത്. അതിനപ്പുറത്തേക്ക് വ്യക്തികേന്ദ്രിതമായ മുഖ്യമന്ത്രിയുടെ പ്രവർത്തന രീതിക്കെതിരെ വലിയ വിമർശനങ്ങൾ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആ വിമർശനം ഉണ്ടായിരുന്നു. അത് ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനം കടക്കുമ്പോൾ അവിടെയും വലിയ അളവിൽ കുറയാത്ത തരത്തിൽ തന്നെ അവിടെയും മുഖ്യമന്ത്രിക്കെതിരെ ശൈലിക്കെതിരെ വിമർശനങ്ങളുണ്ടായി. ജില്ലാ സമ്മേളനങ്ങളിൽ കൂടി അത് ഏറ്റുപിടിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഈ സമ്മേളനങ്ങളിലൊക്കെ എല്ലായിടത്തും പങ്കെടുക്കാൻ ഷെഡ്യൂൾ ചെയ്തില്ലെങ്കിൽ പോലും കൊല്ലം പോലുള്ള സമ്മേളനത്തിൽ ഒരുപക്ഷെ പങ്കെടുത്തേക്കാവുന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടും, മന്ത്രിമാരുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടും. കൊല്ലത്ത് നടക്കുമ്പോൾ കൊല്ലം MLAക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കൊല്ലം MLA M. മുകേഷ് CPM ഒരു ബാധ്യതയെ മാറുന്നു എന്ന വിമർശനം അഭിപ്രായമുള്ളവർ CPM തന്നെയുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. കൊല്ലം CPM ഏറ്റവും സംഘടനാ ശേഷിയുള്ള, സൂചിപ്പിച്ച പോലെ സംഘടനാ ശേഷിയുള്ള ജില്ലയാണ്. പക്ഷേ അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരാൻ കൃത്യമായ ആളുകളെ കിട്ടുന്ന പരാതി പാർട്ടിക്കുള്ളിലുണ്ട്. അത്തരം വിഷയങ്ങൾ ചർച്ചയാകും. അങ്ങനെ സർക്കാർ, പ്രതിപക്ഷം, പാർട്ടി തുടങ്ങി സകല തലങ്ങളിലുമുള്ള ചർച്ചകൾ ഈ സമ്മേളനങ്ങൾ ഉയർന്നു വരും. ഈ ജില്ലാ സമ്മേളനങ്ങൾ, അത് കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനം, അതിലൂടെയൊക്കെ CPM ലക്ഷ്യമിടുന്നത് ഈ സംഘടനാ ശക്തിപ്പെടുന്ന അപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അതിലേക്ക് പാർട്ടി സംഘടനയെ, പാർട്ടി മെഷീനറി, അണികളെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി സമ്മേളന കാലയളവിൽ CPM സമ്മേളനങ്ങൾ ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ കൂടി സമ്മേളനങ്ങളുടെ ഭാഗമായി ഉണ്ടാകും. അരുൺ, അതോടൊപ്പം തന്നെ അവസാനിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വിഭാഗീയത വിഷയം കരുനാഗപ്പള്ളിയിലെ തമ്മിലടി സമ്മേളനകാലത്ത് പാർട്ടിക്ക് ഒരു മങ്ങലേൽപ്പിച്ചെങ്കിലും സംസ്ഥാന നേതൃത്വം കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുത്തു, കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തി, വിമതരെ ഒഴിവാക്കി. അതിൽ മുഖം മിനുക്കാനായി എന്നുള്ളൊരു വിലയിരുത്തലും ഒരു വശത്തില്ലേ. പരിപൂർണമായുള്ള വിമർശനങ്ങൾക്കൊപ്പം തന്നെ ഈ കൃത്യമായിട്ടുള്ള നടപടികൾ പ്രാദേശികമായിട്ടും സ്വീകരിച്ച നടപടികളിൽ അത് കുറേയൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലുകളും ഉണ്ടാകുകയില്ലേ സമ്മേളനത്തിൽ? അങ്ങനെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. പക്ഷേ ഈ ഇത്രയധികം വഷളാക്കിയത്, നേരത്തെയൊക്കെ വിഭാഗീയ എന്ന് പറയുമ്പോൾ രണ്ട് പക്ഷങ്ങൾ, രണ്ട് ആശയങ്ങളുടെ പേരിൽ, അത് ഏറ്റവും ഒടുവിൽ VS പിണറായി പോര് വരെ, VS പിണറായി ഗ്രൂപ്പ് പോര് വരെ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ CPM നേതൃത്വം ഞെട്ടിക്കുന്നത് അവർക്ക് പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്തത് അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് സംഘടിതമായി ഉണ്ടാകുന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ സംഘടിതമായി ഉണ്ടാകുന്നതല്ല, പകരം കൃത്യമായ പ്രാദേശിക വിഭാഗീയതയാണ്. നേതാക്കൾ തമ്മിലുള്ള തർക്കമുണ്ട്, അധികാര തർക്കമുണ്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വടംവലിയുണ്ട്, പാർട്ടിയുടെ ഭീമമായ സ്വത്തിനെ ചൊല്ലിയുള്ള അതാര് കൈകാര്യം ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളുടെ കരുനാഗപ്പള്ളി അടക്കം അത്തരം വിഷയങ്ങളാണുള്ളത്. അത് യഥാസമയം പരിഹരിച്ചു പോകാൻ നമുക്കറിയാം. CPM സംഘടനാ രീതി അനുസരിച്ച് ഒരു ഏരിയ കമ്മിറ്റി പ്രശ്നങ്ങളൊക്കെ ആദ്യം ചർച്ച ചെയ്യേണ്ടത്, പരിഹരിക്കേണ്ടത് അതിന്റെ മേൽ ഘടകമായ ജില്ലാ കമ്മിറ്റിയാണ്. അതിനു മുകളിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ്. അതിനു മുകളിലത്തെ സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റുമാണ്. ഏറ്റവും ഒടുവിലാണ് സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കരുനാഗപ്പള്ളിയിലടക്കം ആലപ്പുഴയിലും പാലക്കാടുമടക്കം സംസ്ഥാന സെക്രട്ടറിക്ക് നേരിട്ട് ഇടപെടേണ്ടി വരുന്നു. അത്ര ദുർബലമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന വിലയിരുത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്നുണ്ട്, നേതാക്കൾ നടത്തുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് കാര്യമായ പിന്തുണ ലഭിക്കുന്നില്ല. കോടിയുടെ കാലത്ത് നമുക്കറിയാം വളരെ ശക്തമായ സെക്രട്ടേറിയറ്റ് ആയിരുന്നു CPM സെക്രട്ടേറിയറ്റ് പിണറായിയുടെ കാലത്ത് അതിലും ശക്തമായ സംഘടനാ സംവിധാനം CPM സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്രയധികം ശക്തമായ ഏത് പ്രശ്നവും വളരെ വേഗം പരിഹരിക്കാൻ കഴിയുന്ന നേതാക്കൾ ആ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും അവർ പൂർണ്ണമായും സംസ്ഥാന സെക്രട്ടറിക്ക് പിന്തുണയുമായി നിൽക്കുന്നില്ല. ഒന്നോ രണ്ടോ നേതാക്കൾ മാത്രമാണ് സംസ്ഥാന സെക്രട്ടറിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങുന്നത്. ബാക്കി എല്ലാവരും വിട്ടുനിൽക്കുന്നു. സംസ്ഥാന സെക്രട്ടറിക്ക് പ്രശ്നങ്ങൾ കൃത്യമായി ഇടപെട്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല. ഏറ്റവും പാരമ്യത്തെത്തുമ്പോൾ മാത്രമാണ് പ്രശ്നങ്ങൾ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി തുടങ്ങിയ വിമർശനങ്ങൾ
അരുൺ കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ആദ്യ CPM ജില്ലാ സമ്മേളനത്തിന് കൂടിയാണ് പതാക ഉയരുന്നത് കൊല്ലത്ത്. ഏതായാലും സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്ത് കരുനാഗപ്പള്ളി അടക്കമുള്ള വിഭാഗീയ വിഷയങ്ങൾ പുകഞ്ഞത് സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിഭാഗീയതയുടെ വേരെറുക്കുക എന്നുള്ളത് തന്നെ പ്രധാന നയമായി ആവിഷ്കരിച്ചു കൊണ്ടുകൂടിയാണ് ജില്ലാ സമ്മേളനം കൊല്ലത്ത് വേദിയാകുന്നത്.